ഹലോ, എല്ലാവർക്കും അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. ഏകദേശം ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് പുതിയ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് പോവാം. എത്രത്തോളം ആൾക്കാർ ചാനലൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ മറന്നു പോയിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും നമുക്കൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അങ്ങനെ പുതിയൊരു കഥയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവസാനം നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ചന്ദ്രിക മേഘ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ടാണുള്ളത്. മേഘ അവളുടെ അച്ഛൻ്റെയും സഹോദരങ്ങൾക്കൊപ്പം കേക്ക് മുറിക്കുന്നതും പുതിയ വീട്ടിൽ നിന്ന് വെച്ചിട്ട് ആഘോഷിക്കുന്നതൊക്കെ ചന്ദ്രിക ഒളിഞ്ഞു നിന്ന് കാണുകയും അതൊക്കെ ഫോണിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോണുമായിട്ടാണ് ചന്ദ്രിക അവിടുന്ന് പോകുന്നത്. അപ്പോൾ ചന്ദ്രികയുടെ ആ ഒരു വീഡിയോ പകർത്തുന്നതൊക്കെ മേഘയുടെ സഹോദരൻ കണ്ടതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ പിന്നാലെ തന്നെ അവൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ചന്ദ്രിക വേഗം സ്കൂട്ടർ എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ പിന്നാലെ തന്നെ മേഘയുടെ അച്ഛൻ ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചന്ദ്രിക വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുന്നുണ്ടായിരുന്നു, മേഘയുടെ സഹോദരൻ എന്നെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവൻ മേഘയോട് പറഞ്ഞിട്ടുണ്ടാവും. എത്ര നാൾ മേഘയ്ക്ക് സത്യം മറച്ചു വെക്കാൻ സാധിക്കും? എന്തായാലും ഒരു ദിവസം സത്യം എല്ലാവരും അറിഞ്ഞല്ലേ തീരുള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. ചന്ദ്രിക ഉറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ആ സമയത്ത് വല്ലാത്ത ഭയത്തോടെയാണ് മേഘയും അവളുടെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഉള്ളത്. മേഘ പേടിച്ചുകൊണ്ട് പതറിക്കൊണ്ട് അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛൻ അയച്ച ആൾക്കാർ ചന്ദ്രികയെ കൊല്ലുമായിരിക്കില്ലേ അല്ലേ? അപ്പോൾ തന്നെ ശരവണൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവളുടെ കഥ കഴിക്കുക തന്നെ ചെയ്യും. മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഇന്നത്തോടെ ആ ചന്ദ്രികയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ശരവണൻ അത്രയും വെറുപ്പോടാണ് പറയുന്നത്. ശരവണൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ അയച്ച ഗുണ്ടകൾ ചന്ദ്രികയുടെ പിന്നിൽ ചെന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രികയുടെ സ്കൂട്ടറിന് പിന്നിലായിട്ട് ഇടിക്കുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ തന്നെ ചന്ദ്രിക അവിടെ ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അവൾ നേരെ ആ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. വണ്ടി ഇടിച്ച് ചന്ദ്രിക ആ വെള്ളത്തിലേക്ക് വീണതിന് ശേഷം ആ ഗുണ്ടകൾ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് അയാൾ ചന്ദ്രികയുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രിക വീണ വെള്ളത്തിലേക്കൊക്കെ നോക്കുകയാണ്. ചന്ദ്രികയുടെ ഹെൽമെറ്റ് മാത്രമാണ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. ചന്ദ്രികയെ വെള്ളത്തിൽ കണ്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം അയാൾ വേഗം തന്നെ ശരവണനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ശരവണനോട് പറയുന്നുണ്ട്, ഏട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ചന്ദ്രികയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ ശരവണനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അയാൾ പറയുന്നുണ്ട്, സൂപ്പറടാ സൂപ്പർ. അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, ഞങ്ങളൊരു പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് അവളെ ഇടിച്ച് തെറിപ്പിച്ചത്. അവൾ വെള്ളത്തിൽ വീണു. ഓ, അങ്ങനെയാണോ? അച്ഛൻ എന്തോ സന്തോഷമുള്ള കാര്യമാണ് സംസാരിക്കുന്നതെന്ന് മക്കൾക്ക് 3 പേർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മേഘയുടെ പതർച്ചയും ആ ഒരു വിഷമമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. ടെൻഷനോടെ തന്നെയാണ് മേഘ ഉള്ളത്. അപ്പോൾ ശരവണൻ ആ ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക മരിച്ചു എന്ന് ഉറപ്പാണോ? വലിയൊരു പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് വീണിരിക്കുന്നത്. അവളുടെ ഹെൽമെറ്റ് മാത്രമേ കാണുന്നുള്ളൂ, അവളെ കാണുന്നില്ല. തീർച്ചയായിട്ടും അവൾ മരിച്ചിട്ടുണ്ടാവും, ഗുണ്ട പറയാണ്. അപ്പം തന്നെ ശരവണൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണടാ നിന്നെപ്പോലുള്ള ഗുണ്ടകൾ എപ്പോഴും കൂടെ വേണമെന്ന് പറയുന്നത്. ശരി, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, ചന്ദ്രികയുടെ ഫോൺ എൻ്റെ കയ്യിലാണുള്ളത്. അതെൻ്റെ കൈ കൊണ്ടുവന്നു താ. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ശരവണൻ ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോൾ അത് അയാൾ സമ്മതിക്കുകയാണ്. ചന്ദ്രികയുടെ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു സ്കൂട്ടറും അവളുടെ പുഴയിലേക്ക് പോയിട്ടുള്ള ഹെൽമെറ്റും കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. അതേസമയം ശരവണൻ കോള് കട്ട് ചെയ്യുന്നതും കാത്തു നിൽക്കുകയാണ് മേഘയും സഹോദരങ്ങളും. അപ്പോൾ മേഘ അച്ഛനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരവണൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, മേഘ, ഇന്നത്തോടെ ചന്ദ്രികയുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രികയുടെ ഫോണിൽ നിന്നും അവൾ പകർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോസൊക്കെ ഗുണ്ട ശരവണൻ്റെ ഫോണിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘയ്ക്ക് കേട്ടത് വിശ്വസിക്കാനാവാത്തത് കൊണ്ട് തന്നെ ശരവണൻ പറയുന്നുണ്ട്, നോക്ക്, അവനിതാ വീഡിയോ അയച്ചിട്ടുണ്ട്, നീ തന്നെ കണ്ടുകൊണ്ട് കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ട അയച്ചു കൊടുത്ത വീഡിയോ ശരവണൻ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മേഘ അത് സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. ചന്ദ്രികയുടെ പിന്നാലെ പോകുന്ന ആ ഒരു കാറിൽ നിന്നുമാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. ചന്ദ്രികയുടെ വണ്ടിക്ക് പിന്നിൽ ഇടിക്കുന്നതും അതിനുശേഷം ചന്ദ്രിക തെറിച്ച് പുഴയിലേക്ക് വീഴുന്നതും അതിനുശേഷം അവളുടെ ഹെൽമെറ്റ് മാത്രമായിട്ട് കണ്ടതും അങ്ങനെ ചന്ദ്രികയെ കൊന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും കൺമുന്നിൽ കണ്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സമാധാനമായി. അതുപോലെ തന്നെ മേഘയുടെ സഹോദരങ്ങൾക്കും. അപ്പോൾ മേഘ സന്തോഷത്തോടെ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് അച്ഛാ എനിക്ക് സമാധാനമായത്. അതേ മോളെ, ഇനി ചന്ദ്രിക നിൻ്റെ ജീവിതത്തിൽ കുറുകെ വരില്ല. സിദ്ധുവിനെ കല്യാണം കഴിച്ച് സ്വത്തും സമാധാനവും സന്തോഷത്തോടെ നന്നായിട്ട് ജീവിക്കും മോളെ. മേഘയ്ക്ക് ആ ഒരു വാർത്ത അത്രത്തോളം സന്തോഷം കൊടുക്കുന്നത് തന്നെയായിരുന്നു. അപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, ഇത്രയും കാലം നിൻ്റെ ജീവിതത്തിലെ പ്രശ്നം മുഴുവൻ ചന്ദ്രികയായിരുന്നു. അവസാനം അവളും ചത്തു. ഇനി നീ സന്തോഷമായിട്ട് ജീവിക്കും മോളെ. മേഘ ജീവിതത്തിലെല്ലാം നേടിയൊരു സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അവൾ സന്തോഷത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങൾ അയച്ച ആൾ നന്നായിട്ട് ജോലി ചെയ്തു. അയാളെ നന്നായിട്ട് പരിഗണിക്കണം. അതിനെത്ര പണം വേണമെങ്കിലും ഞാൻ തന്നെ അച്ഛന് തരും. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ നോക്കണം. തീർച്ചയായിട്ടും മോളെ, നീ ഒരു ടെൻഷനും അടിക്കണ്ട, പോയിട്ട് വാ. ശരി അച്ഛാ,
എങ്കിൽ ഞാൻ പോവാണ്. സഹോദരങ്ങളോട് യാത്ര പറഞ്ഞിട്ട് മേഘ അവിടുന്ന് ഇറങ്ങുകയാണ്. മേഘ അവിടുന്ന് പോയെങ്കിലും ശരവണൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രതികാരം തീരുന്നുണ്ടായിരുന്നില്ല. അയാൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക, പുഴയിൽ വീണ് മരിച്ച നിന്റെ ബോഡി പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരാന്ന് മനസ്സിലാവാതെ 2, 3, 4 നാള് നീ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ജീർണിച്ച് പുഴുത്ത് നീ ആരാണെന്ന് പോലും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നിന്റെ ബോഡി കിട്ടും. അയാൾ സ്വയം സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥും അതുപോലെ തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ ചന്ദ്രികയുടെ ആ ഒരു വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ടെൻഷനിലും അപ്സെറ്റുമാണ്. അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നുണ്ട്. ലക്ഷ്മിയാണെങ്കിൽ മുഖമൊക്കെ സങ്കടത്തോടെയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് മഹേന്ദ്രൻ വീണ്ടും സിദ്ധാർത്ഥിനോട് പറയുകയാണ്, സിദ്ധു, ഒരു പ്രാവശ്യം കൊണ്ട് നീ ചന്ദ്രികയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്ക്. ചന്ദ്രിക ഇത്രയും നേരം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കില്ലല്ലോ. ആ ഒരു ടെൻഷനൊക്കെ മഹേന്ദ്രൻ്റെ മുഖത്തുണ്ടായിരുന്നു. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇങ്ങനെ വാതിൽക്കൽ നോക്കുന്നുണ്ട്, ചന്ദ്രിക വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിദ്ധാർത്ഥാണെങ്കിൽ അങ്കിൾ പറഞ്ഞത് പ്രകാരം വീണ്ടും കോൾ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ചന്ദ്രികയുടെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ്. സിദ്ധാർത്ഥ ആ ഒരു വിഷമമുള്ള കാര്യം വീണ്ടും മഹേന്ദ്രനോട് പറയാണ്, അങ്കിൾ, ചന്ദ്രികയുടെ ഫോണ് സ്വിച്ച് ഓഫിൽ തന്നെയാണുള്ളത്. അത് കേട്ടതും മഹേന്ദ്രൻ ലക്ഷ്മി ഒന്നുകൂടി ടെൻഷൻ ആവുകയാണ്. ലക്ഷ്മി പറയുന്നുമുണ്ട്, അവൾ അങ്ങനെ ആരോട് പറയാതെ പുറത്തൊന്നും പോവാറില്ലല്ലോ. ഏട്ടാ, എനിക്കെന്തോ വല്ലാതെ ഭയമാവുന്നു. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ലക്ഷ്മി, ജോലിക്കാര്യത്തിന് വേണ്ടി എവിടെയെങ്കിലും പോയതായിരിക്കും. അങ്ങനെ പറഞ്ഞ് ലക്ഷ്മിയെ സമാധാനിപ്പിച്ചെങ്കിലും മഹേന്ദ്രൻ ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. അയാളിങ്ങനെ ടെൻഷനോടെ വീണ്ടും വീണ്ടും വാതിൽക്കലേക്ക് നോക്കുകയാണ്. അതേ ഒരു ടെൻഷനിൽ തന്നെയാണ് സിദ്ധാർത്ഥും ലക്ഷ്മി ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് മലർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് വീണ്ടും ചോദിക്കുകയാണ്, മുത്തശ്ശി, അമ്മ എവിടെ? അപ്പോഴാണ് ലക്ഷ്മി ഒന്ന് പതറിയത്. ലക്ഷ്മി മാത്രമല്ല, സിദ്ധാർത്ഥവും മഹേന്ദ്രനും ഒക്കെ. പെട്ടെന്ന് തന്നെ ലക്ഷ്മി നാവിൽ വന്നൊരു നുണ പറയുകയാണ്, അമ്മ ജോലിക്കാര്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. കുറച്ചു നേരം കൊണ്ട് തന്നെ അമ്മ വരും. മോൾക്ക് മുത്തശ്ശി ഭക്ഷണം എടുത്ത് വെക്കാം, എടുത്ത് കഴിക്കിട്ടോ. അപ്പോഴേക്കും അമ്മ വരും. ലക്ഷ്മി പറഞ്ഞ കള്ളാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനും മഹേന്ദ്രനൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മലരത് വിശ്വസിച്ചിട്ട് പറയുന്നുണ്ട്, ശരി മുത്തശ്ശി. എന്നിട്ട് വേഗം ബാഗൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ലക്ഷ്മി ഭക്ഷണം കൊണ്ടുവന്നിട്ട് മലറിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് മലർ ചോദിക്കുന്നുണ്ട്, സിദ്ധു ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പം പിന്നെ അമ്മ എങ്ങോട്ടാണ് പോയത്? ന്യായമായൊരു ചോദ്യം ആയതുകൊണ്ട് തന്നെ അവർ 3 പേരും ഒന്ന് പതറി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ ഒരു കള്ളം പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ലടാ, അമ്മ ഇവിടെ അടുത്ത് തന്നെ അറിയുന്ന ഒരാളെ കാണാൻ വേണ്ടി പോയതാ, പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഒറ്റക്കാണോ പോയത്? ആ ചോദ്യം അവരെ വീണ്ടും ടെൻഷനാക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോള് ഭക്ഷണം കഴിക്ക്, അമ്മ പെട്ടെന്ന് തന്നെ വരും. ശരി എന്നും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് മലർ കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടെൻഷനോടുകൂടി ലക്ഷ്മി മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും ചന്ദ്രിക വന്നിട്ടില്ലല്ലോ. വരുമായിരിക്കും, നീ ടെൻഷൻ ആവാതെ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അങ്കിൾ, ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ പോയി ചന്ദ്രികയെ അന്വേഷിക്കാം. അവരോട് 2 പേരോടും യാത്ര ചോദിച്ചിട്ട് സിദ്ധാർത്ഥ ചന്ദ്രികയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ചിന്തിക്കുകയാണ്, എന്നോട് പോലും പറയാതെ ചന്ദ്രിക എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? സാധാരണയായിട്ട് ചന്ദ്രിക പോവാറുള്ള ക്ഷേത്രത്തിലേക്കാണ് സിദ്ധു ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ മൊത്തം അന്വേഷിച്ചെങ്കിലും ചന്ദ്രികയെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പൂജാരിയുടെ അടുത്തെത്തിയ സമയത്ത് സിദ്ധാർത്ഥിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരെയാണ് അന്വേഷിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചന്ദ്രികയാണ്. ഇന്ന് ചന്ദ്രിക വീട്ടിൽ വന്നിട്ടില്ല, അവളിവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല, അദ്ദേഹം പറയാണ്. ശരി, സിദ്ധാർത്ഥ അവിടുന്ന് വേഗം തന്നെ പോവുകയാണ്. സിദ്ധാർത്ഥ ഓരോ കടയിലും കയറി മാറി മാറി ചന്ദ്രികയുടെ വിവരങ്ങൾ പറഞ്ഞ് ചോദിക്കുകയാണ്, അവളെ കണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആരും ചന്ദ്രികയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അറിയുന്നവരോടും അറിയാത്തവരോടും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചന്ദ്രികയെക്കുറിച്ചിട്ട് സിദ്ധാർത്ഥ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ ചന്ദ്രികയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം രാത്രിയോളം ആയിട്ടുണ്ടായിരുന്നു നേരം. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മി ആകെ ടെൻഷനായിട്ടുള്ളത്. ലക്ഷ്മിയുടെ മടിയിലായിട്ട് മലരും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ സിദ്ധാർത്ഥിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല അങ്കിൾ, അവൾ സാധാരണ പോവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവിടെ എവിടെയും ചന്ദ്രിക പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കെന്തോ നമുക്കിതൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്നാണ് തോന്നുന്നത്. ശരി, മോൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ. ശരി അങ്കിൾ. സിദ്ധാർത്ഥം കോൾ കട്ട് ചെയ്യാണ്. മഹേന്ദ്രൻ ആകെ പതറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയും മടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് മലരും അവർ 2 പേരെയും നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഏട്ടാ, സിദ്ധു എന്താ പറഞ്ഞത്? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും സിദ്ധാർത്ഥ് ചന്ദ്രിക പോകാനുള്ള ഇടയുള്ള വഴികളിലൊക്കെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, ചന്ദ്രികയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. പക്ഷേ എല്ലാവരും ചന്ദ്രികയെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോയിട്ട് നിരാശയായിട്ടാണ് സിദ്ധാർത്ഥ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലര് സങ്കടത്തോടെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി, അമ്മ ഇനി വരില്ലേ? അപ്പോൾ ലക്ഷ്മി സങ്കടത്തോടെ പറയുകയാണ്, വരും മോളെ, എനിക്ക് ഉറക്കം വരുന്നു മുത്തശ്ശി. ശരി, എങ്കിൽ മോൾ ഉറങ്ങിക്കോ, അമ്മ വന്നതിന് ശേഷം ഉറങ്ങാം. അമ്മ വരും, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി വേഗം തന്നെ പായ വിരിച്ചിട്ട് മലരിനെ മടിയിൽ കിടത്തി ഉറക്കാൻ ശ്രമിക്കുകയാണ്.
സിദ്ധാർത്ഥ് അപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ് ചന്ദ്രികയെ. അവനും ആകെ അപ്സെറ്റായി തളർന്നിട്ടുണ്ടായിരുന്നു. അതേസമയം മലരിങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഉറങ്ങിക്കോ മോളെ, മോൾ എന്തിനിങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്നത്, അമ്മ വരും. അപ്പോൾ സങ്കടത്തോടെ മലര് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അമ്മ എന്താ ഇനിയും വരാത്തത്? ആ ചോദ്യം മഹേന്ദ്രൻ ലക്ഷ്മി ഒരുപോലെ വിഷമിപ്പിക്കുന്നതാണ്. അപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ വരും, മോൾ ഉറങ്ങ്. ഒരുപാട് നേരമായില്ലേ, ഇനിയും എന്താ വരാത്തത്? ഇനി എപ്പോൾ വരുന്ന മുത്തശ്ശി പറയുന്നത്? അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധു കൂട്ടാൻ വേണ്ടി പോയിട്ടില്ലേ, എങ്ങനെയായാലും കൂട്ടിയിട്ട് വരും, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് മലരെ സമാധാനിപ്പിച്ച് ഉറക്കുകയാണ്. അതുപോലെ തന്നെ മലർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹേന്ദ്രൻ ലക്ഷ്മിയും വല്ലാത്ത സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത്. മലർ ഉറങ്ങിയതിന് ശേഷമാണ് സിദ്ധാർത്ഥ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ ഓടിക്കതച്ച് വന്നിട്ട് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും പറയുന്നുണ്ട്, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരുപാട് പേരോട് ചോദിച്ചു, പക്ഷെ അവരാരും തന്നെ ചന്ദ്രയെ കണ്ടിട്ടില്ല. അത് കേട്ടത് ലക്ഷ്മിയും മഹേന്ദ്രനും വല്ലാതെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സിദ്ധു പറയുന്നുണ്ട്, ഇനി നമുക്ക് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ പരാതി കൊടുക്കാം. അപ്പോൾ ലക്ഷ്മി സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ മലരിവിടെ ഒറ്റക്കാവി പോയില്ലേ? സിദ്ധു പറയാണ്, മലരിനെ നോക്കാൻ വേണ്ടി നമുക്ക് വാച്ച്മാനെ പറഞ്ഞ് ഏൽപ്പിക്കാം, നമുക്ക് ആലോചിച്ച് നിൽക്കാൻ ഒരുപാട് നേരമില്ല, വാ നമുക്ക് പോവാം. അങ്ങനെ മലരിനെ ഒറ്റക്കിട്ട് പോകുന്ന ആ ഒരു സങ്കടത്തിൽ ലക്ഷ്മി തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ 3 പേരും ധൃതിപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അത് കണ്ടുകൊണ്ട് മേഘ അവരുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ പോലീസ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത്? നിങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചാലും ചന്ദ്രികയെ ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പോലീസുകാരൻ്റെ അടുത്തേക്കാണ് മഹേന്ദ്രൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ അയാൾ വേഗം ഇരിക്കാൻ പറയുന്നുണ്ട് 3 പേരോടും. അവരിരുന്നതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ തന്നെ സങ്കടത്തോടെയുള്ള മുഖത്തോടെയാണ് മഹേന്ദ്രൻ പറയുന്നത്, അതെ സർ, ചന്ദ്രികയെ വൈകുന്നേരം മുതൽ കാണുന്നില്ല, ജോലിക്കാര്യത്തിന് വേണ്ടി പുറത്തു പോയതാണ്. അങ്ങനെയുള്ള ആൾ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്, അവൾക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട് സർ. നിങ്ങൾ ചന്ദ്രിക ഒരുപാട് തവണ വിളിച്ചു നോക്കിയോ? അപ്പോൾ സിദ്ധാർത്ഥാണ് പറയുന്നത്, ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി സർ, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. ശരി, ചന്ദ്രികയുടെ ഫോൺ നമ്പർ തരൂ. എന്നിട്ട് സിദ്ധാർത്ഥ് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. സിദ്ധു അതിനകത്തേക്ക് ചന്ദ്രികയുടെ ഫോൺ നമ്പർ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഈ നമ്പർ അവസാനമായിട്ട് എവിടെ വെച്ചിട്ടാണോ സ്വിച്ച് ഓഫ് ആയതെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് വിവരം തരാൻ പറയൂ. ശരി സർ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. ആ സമയത്ത് മഹേന്ദ്രനോടായിട്ട് അയാൾ പറയുന്നുണ്ട്, പോലീസുകാരൻ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട മഹേന്ദ്രൻ, നിങ്ങളുടെ മകൾക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. പക്ഷേ ആ സമാധാനിപ്പിക്കലൊന്നും മഹേന്ദ്രനെയും ലക്ഷ്മിയെയും സിദ്ധാർത്ഥിനെയും സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചന്ദ്രികയുടെ ആദ്യ ഭർത്താവ് മഹേഷ് ആയിരുന്നു. അവർ തമ്മിൽ ഒരിക്കലും ഒന്നും ചേരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഡിവോഴ്സ് ആയത്. പക്ഷേ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവൻ എന്നോട് വന്നിട്ട് മാപ്പൊക്കെ ചോദിച്ചു. ഇനി അവൻ മനസ്സ് മാറിയിട്ടാണ് മാപ്പ് ചോദിച്ചത് അതോ കള്ളത്തരത്തിലാണ് മാപ്പ് ചോദിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, മഹേഷിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ? ആ, മഹേഷിൻ്റെ ഫോൺ നമ്പർ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് വേഗം തന്നെ മഹേഷിൻ്റെ നമ്പറും പോലീസുകാരൻ കൊടുക്കുകയാണ്. അയാൾ നേരെ മഹേഷിൻ്റെ ഫോണിലേക്കാണ് കോൾ ചെയ്യുന്നത്. മഹേഷ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത നമ്പർ കണ്ടപ്പോൾ എടുത്തിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, ഹലോ ആരാണ്? അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ്, ഹലോ ഇത് മഹേഷിൻ്റെ നമ്പറല്ലേ? ഞാൻ സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, AC ആണ് സംസാരിക്കുന്നത്. നീ ഇപ്പോൾ എവിടെയാണുള്ളത്? അത് കേട്ടത് മഹേഷ് ആകെ പതറിക്കൊണ്ട് ചുറ്റിലും നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ ശബ്ദമൊക്കെ മാറി അവൻ ഭയത്തോടെ പറയുന്നുണ്ട്, സർ ഞാനിവിടെ ഈ ടൗണിനടുത്ത് തന്നെയാണുള്ളത്. ശരി, എങ്കിൽ നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വാ. അപ്പോൾ മഹേഷ് ആകെ പതറിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ്, സർ എന്താ പ്രശ്നം? ഞാൻ എന്തിനാണ് സ്റ്റേഷനിലേക്ക് വരേണ്ടത്? ഒരു എൻക്വയറി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വരാൻ വേണ്ടി പറഞ്ഞത്. ഇനിയൊരു 1/4 മണിക്കൂർ കൊണ്ട് നീ ഇവിടെ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. ഫോണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. മഹേഷിന് അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, സർ ഞാൻ വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്താണ് കാര്യം എന്നൊന്ന് പറയാമോ? അപ്പോഴാണ് പോലീസുകാരൻ പറയുന്നത്, ചന്ദ്രികയെ കാണാനില്ല, അവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ മാതാപിതാക്കൾ നിനക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. അത് കേട്ടത് മഹേഷ് ശരിക്കും ഷോക്കായി നിൽക്കുകയാണ്. മഹേഷ് പിന്നീടൊന്നും പറയുന്നില്ല. അപ്പോൾ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിന്നെ അന്വേഷിക്കാനുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.